ഞാൻ നെക്സ്റ്റ് വീക്ക് എത്തും. നെക്സ്റ്റ് വീക്കോ? ഒരു മിനിറ്റ്. നമ്മളെന്തിനാണ് ഈ അടുത്ത ആഴ്ച വരെ കാത്തു കെട്ടിയിരിക്കണേ? 16ന്റെ ചടങ്ങൊക്കെ കഴിഞ്ഞില്ലേ? അതും ഇനി രാവും പകലും അവക്ക് കൂട്ടിരിക്കണോ? എന്തിനാണ് ഇതൊക്കെ പറയുന്നത്? കേൾക്കാൻ വേണ്ടി തന്നെ പറയണേ. ആ ഊരും പേരും ഇല്ലാത്ത ഒരുത്തിക്ക് വേണ്ടിയിട്ടാണ് അവൻ നമ്മളെ ഇട്ടിട്ട് പോയെ. അതുകൊണ്ടല്ലേ അവനിപ്പോ അവസ്ഥ വന്നേ. നമ്മുടെ അപ്പന് അറ്റാക്ക് വന്നത് എപ്പ തൊട്ടാ? അവൻ ഇറങ്ങി പോയ പിന്നല്ലേ. ചേച്ചിയെല്ലാം മറന്നിട്ടുണ്ടാവും, പക്ഷെ ഞാനൊന്നും മറന്നിട്ടില്ല. ഇനി അതിന്റെ പേരിൽ സ്വത്ത് ഭാഗം വെക്കാനാണെങ്കിൽ അതിനും ഞാൻ സമ്മതിക്കില്ല. നീ ഒന്നും മിണ്ടാതിരിക്കും, ഇപ്പൊ ഇവിടുന്ന് പോകാൻ പറ്റില്ല. നീ അവള് പറയണമെന്ന് കാര്യമാക്കണ്ട, ഞങ്ങളുടെ കൂടെ പോരും. ഇല്ല ചേച്ചി, ഞാൻ ഓക്കെയാ. നിങ്ങൾ ഇന്ന് തന്നെ പൊക്കോ. എനിക്കിവിടെ കുറച്ചാളൊന്ന് ഒറ്റയ്ക്ക് വെക്കണം. എനിക്കൊരു കുഴപ്പമില്ല, വെറുതെ അവളെ വാശി കയറ്റണ്ട. നിങ്ങൾ പോയിക്കോ. ഹലോ ഹലോ, അഖിലിന്റെ വൈഫല്ലേ? അതെ. എൻ്റെ പേര് മനീഷ്, ഞാൻ അവൻ്റെ ഒപ്പം വർക്ക് ചെയ്തിരുന്നതാണ്. മരണവരെ ഞാൻ അറിഞ്ഞിരുന്നു, പക്ഷേ കുറച്ച് തിരക്കായ കാരണം വരാൻ പറ്റിയില്ല. ഞാനിപ്പോൾ വിളിച്ചത് അവൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ വാങ്ങിച്ചിരുന്നു, ഒരു 5 ലക്ഷം രൂപ. എനിക്കത് അത്യാവശ്യമായിട്ട് തിരിച്ചു വേണമായിരുന്നു. ചേട്ടാ, എനിക്കൊരു 6 മാസത്തെ സമയം തരുമോ? ഞാൻ തിരിച്ചു തരാം. അപ്പോൾ 6 മാസവും തരാൻ പറ്റില്ല, മാക്സിമം ഒരു 3 മാസം. ചേട്ടാ, ഞാൻ ഒറ്റയ്ക്ക് അത് ഉണ്ടാക്കണം, അതുകൊണ്ടായിരുന്നു. ഒറ്റയ്ക്കാണെങ്കിൽ പൈസ ഉണ്ടാക്കാനുള്ള വഴി വേറെ പറഞ്ഞുതരാം. ഞാനത് തിരിച്ചു തരാം 3 മാസം കൊണ്ട്. ആ ഊരും പേരും ഇല്ലാത്ത ഒരുത്തിക്ക് വേണ്ടിയിട്ടാണ് അവൻ നമ്മളെ ഇട്ടിട്ട് പോയെ. ഒറ്റയ്ക്കാണെങ്കിൽ പൈസ ഉണ്ടാക്കാനുള്ള വഴി വേറെ പറഞ്ഞുതരാം. നമ്മുടെ അപ്പന് അറ്റാക്ക് വന്നത് എപ്പ തൊട്ടാ? അവൻ ഇറങ്ങി പോയ പിന്നല്ലേ. നോക്കി കെട്ടിയോ മരിച്ച 40 ആയല്ലോ. എങ്ങോട്ടാണ് കെട്ടി ഒരുങ്ങി. നാട്ടിലൊരു സംസാരമുണ്ട്, ഇതൊക്കെ എന്തൊക്കെയോ വഴിവിട്ട ബന്ധങ്ങളുണ്ടെന്നോ. അതറിഞ്ഞിട്ടാണ് അവൻ കയറി തൂങ്ങിയെന്നോ ആർക്കറിയാം. അല്ലെങ്കിൽ തന്നെ അവൻ മരിച്ചിട്ട് ഇപ്പോൾ ദിവസമല്ലേ ആയുള്ളൂ. അതിൻ്റെ എന്തെങ്കിലും വിഷമം അവളുടെ മുഖത്തുണ്ടോ നോക്കി. അപ്പം തന്നെ മനസ്സിലായിക്കൂടെ അവളുടെ മനസ്സിൽ കിട്ടും. നീ എപ്പോഴെത്തിയേ? വാ. ഞാൻ റിസൈൻ ചെയ്യാൻ പോകുന്നു. പറ്റണില്ലാടി. ഓരോരുത്തരുടെ നോട്ടവും സഹതാപവും ഒരു മനസ്സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അവൻ വരുത്തി വെച്ച കടങ്ങൾ എങ്ങനെ തീർക്കുമെന്ന് എനിക്കറിയില്ല. അതും ചോദിച്ചു ഓരോരുത്തർ വിളിച്ചു തുടങ്ങി. നിനക്കെന്താ പ്രാന്താണോ ഈ നാട്ടുകാർ പറയുന്ന കേട്ട് റിസൈൻ ചെയ്യാൻ? നാട്ടുകാരാണോ നിനക്ക് ചിലവിന് വരുന്നത്? നിന്റെ കാര്യം നീ തന്നെ നോക്കണ്ടേ? എടി, ആട്ടുകാരുടെ ജോലി പറയാന്നുള്ളതാണ്. അവരത് പറഞ്ഞിട്ടങ്ങ് പോകും. നീ നിന്റെ ജീവിതം ജീവിച്ചാൽ നിനക്കുള്ളൂ. ഈ പറഞ്ഞ ഞങ്ങൾക്ക് പോലും അതിനകത്ത് ഇടപെടുന്നതിനൊരു ലിമിറ്റുണ്ട്. അടുത്തൊരു ടോപ്പിക്ക് കിട്ടുമ്പോൾ അവർ ആ വിഷയം മാറ്റും. അതോ നീ അതും കേട്ട് അത് മൈൻഡിലെടുത്ത് ചെയ്യാനാണ് ചെയ്യും. അല്ല അപ്പോൾ നമ്മളെന്താ പറയാ? എടി, ഇത് നിന്റെ ലൈഫാ, നീയാ ഡിസൈഡ് ചെയ്തത്, അത് നാട്ടുകാരല്ല. അത് മനസ്സിലാക്കി മതി. കാജലജി, ഇതെവിടെ ആരോ വന്നിട്ടുണ്ട്. ഹായ്, ഐ എം രാഹുൽ. രാവിലെ മനീഷയ്ക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നില്ലേ? ഞാൻ 3 മാസത്തിനുള്ളിൽ തരാന്ന് പറഞ്ഞതല്ലേ? പക്ഷെ പറഞ്ഞു തീരുന്നുമ്പോൾ കോള് കട്ട് ചെയ്തില്ലേ? അത് അനാവശ്യം പറഞ്ഞിട്ടല്ലേ? ശരിക്കും അഖില് കാശ് വാങ്ങിച്ചത് മനീഷിക്കയുടെ കയ്യിൽ നിന്നാണ്, പക്ഷെ മനീഷിക്ക വാങ്ങിച്ചത് എൻ്റെ കയ്യിൽ നിന്ന്. അതുകൊണ്ട് ചേച്ചി പേടിക്കണ്ട, ചേച്ചി പതുക്കെ കാശ് തന്നാൽ മതി. എനിക്ക് വലിയ തിരക്കൊന്നുമില്ല. ഞാൻ ഇടയ്ക്ക് വീട്ടിൽ വന്ന് കാശ് വാങ്ങിച്ചോളാം. തരില്ലേ? പുല്ലേ, ഓഫീസായി പോയി. ഓഫീസായ നിന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചെന്നുണ്ടെങ്കിൽ 3 മാസത്തിനുള്ളിൽ എൻ്റെ കുക്കിന് ചെയ്യണമെങ്കിൽ ഞാനത് തിരിച്ചു തരും. തരണം, ഇല്ലെങ്കിൽ കൊക്കിനെ ഞാനങ്ങ് കൊണ്ടുപോകും. കെട്ടിയോ ചിലപ്പോ പുതിയ ആളായല്ലടി. പൈസ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് തിരിച്ചു തരും. ഇപ്പൊ നീ ഇവിടുന്ന് പോകും. ഞാൻ അവിടെ തിരിച്ചിരുന്നു. ഇവളുടെ ഈ നടപ്പ് കാരണം മറ്റവൻ തൂങ്ങിയത്. അല്ല, എന്താ ചേട്ടൻ്റെയൊക്കെ പ്രശ്നം? ഞാൻ ജോലിക്ക് പോകുന്നുണ്ടോ അതോ ഞാൻ ഒരുങ്ങി നടക്കുന്നുണ്ടോ? ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ ജോലിയിൽ നിന്ന് രാജിവെക്കാം. എനിക്ക് മാസം എൻ്റെ കടം തീർക്കാനും എൻ്റെ ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് ഒരു 10-30,000 രൂപയുടെ ആവശ്യമുണ്ട്. നിങ്ങളതെനിക്ക് വീട്ടിൽ കൊണ്ടുവന്ന് തരുമോ? ഇല്ല, പറ്റില്ല അല്ലേ? അപ്പോൾ പിന്നെ ഞാൻ ജോലിക്ക് പോകും. ഈ വഴി തന്നെ പോകും. ചേട്ടന്മാർ പറഞ്ഞുണ്ടാക്കാൻ പറ്റുന്നൊക്കെ അങ്ങ് ഉണ്ടാക്കുക കേട്ടോ.
ജീവിതം ഇനിയും ബാക്കിയാണെന്ന് എനിക്കറിയാം. അതെനിക്ക് ഇവർക്കെല്ലാം ഇടയിൽ ജീവിച്ച് തീർത്തേ മതിയാവും. അവൻ എന്നും എൻ്റെ ഓർമ്മകളിലുണ്ടാവും. പക്ഷെ അതെനിക്ക് ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അവൻ എൻ്റെ അരികിൽ എവിടെയോ ഉണ്ടെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം.